വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് നേപ്പാളിൽ നിന്ന് വരുന്നത്. നേപ്പാൾ ഈസ് ഓൺ ഹൈ അലേർട്ട്. നമ്മൾ ബംഗ്ലാദേശിലൊക്കെ കണ്ട പോലെ ഒരു പൊളിറ്റിക്കൽ അട്ടിമറി, ഭരണം തന്നെ മാറ്റാനുള്ള എല്ലാ സൂചനകളും കാണുന്നുണ്ട്. ജനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 19 പേരാണ്, 19 ചെറുപ്പക്കാരാണ് മരിച്ചിരിക്കുന്നത്. മരിച്ചവരിൽ അണ്ടർ ഏജ് മൈനർ ആയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനായിരുന്നു ഈ ഒരു ജെൻസി പ്രൊട്ടസ്റ്റ്? ചെറുപ്പക്കാർ എന്തിനാണ് ഇപ്പം നേപ്പാളിൽ പ്രൊട്ടസ്റ്റ് ചെയ്തത്? എന്താണ് കാര്യം? എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ ഈ മുകളിൽ കാണുന്ന ഒരു വീഡിയോ ഇല്ലേ, ഇത് നേപ്പാളിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. #നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് ഈ നെപ്പോ കിഡ്സ്, അതായത് ഈ നേപ്പാളിലുള്ള പൊളിറ്റീഷ്യന്മാരുടെ അവരുടെ മക്കളൊക്കെ അവരുടെ ഒരു ലക്ഷറി ലൈഫും അവരുടെ ലക്ഷറി വാച്ചുകളും അവർ പുറത്തൊക്കെ എബ്രോഡ് പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്, പാർട്ടി ചെയ്യുന്നതൊക്കെ ഇവരിങ്ങനെ ഒരു വീഡിയോ ആയിട്ടും മീംസ് ആയിട്ടും ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം ട്രെൻഡിങ് ആക്കി. പൊളിറ്റീഷ്യന്മാരുടെ മക്കൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെൻറ്റും പൈസയൊന്നും ഇല്ലാണ്ട് വട്ടത്തിരിയണ ഒരു സിറ്റുവേഷനിലാണ് എല്ലാവരും ഉള്ളത്. ഇത് വലിയ ട്രെൻഡായി. ടിക്ടോക്കിലും ഫേസ്ബുക്കിലും അവിടുത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൻ വൈറലായി. ഇത് അവിടുത്തെ ഗവൺമെൻറ്റിന് പിടിച്ചില്ല. എന്നിട്ട് സെപ്റ്റംബർ 4 ഗവൺമെൻറ് ഒരു സംഭവം കൊണ്ടുവന്നു. 26 സോഷ്യൽ മീഡിയ ആപ്സിനെ അവർ ബാൻ ചെയ്തു. ലിറ്ററലി ബാൻ ചെയ്തതല്ല, അവിടുത്തെ മിനിസ്റ്റർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരു റൂൾ ഇറക്കി. അതായത് ഈ 26 ആപ്പുകളും ഞങ്ങൾ പറയുന്ന സംഭവങ്ങൾ ഇട്ടാൽ മതി, ഞങ്ങളുടെ കംപ്ലയിൻറ്റ്സ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണം, ഞങ്ങൾ പറഞ്ഞ് ഇട്ടാൽ മതി, നിങ്ങളുടെ #നും ട്രെൻഡൊന്നും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ റെഗുലേറ്റ് ചെയ്യണ പോലത്തെ ഒരു നിയമം കൊണ്ടുവന്നു. അത് കോടതി വിധിക്കുകയും കൂടി ചെയ്തു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ്, ട്വിറ്റർ, റെഡിറ്റ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്, ഒരെണ്ണം പോലും ബാക്കിയില്ല. അതായത് അവിടുത്തെ പൊളിറ്റീഷ്യന്മാർക്ക് എതിരെ വന്ന ഒരു ട്രെൻഡ് അവർ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ആപ്പ് ബാൻ ചെയ്യുന്നവരെ പറഞ്ഞിട്ടാണ് അവർ അതിനെ കൺട്രോൾ ചെയ്ത് ആ ഒരു നെറേറ്റീവിനെ അവർ കട്ട് ചെയ്ത്. ഇതിനെതിരെ നേപ്പാളിലുള്ള യങ് ആയിട്ടുള്ള ജെൻസി ക്രൗഡ് അവർ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സാധാരണ ജെൻസി പിള്ളേർക്ക് ഒന്നും ആവില്ല, ഇവരൊക്കെ അപ്പൊളിറ്റിക്കൽ ആണെന്നാണ് എപ്പോഴും പറയാറ്. അതൊന്നും അല്ല അവിടെ നേപ്പാളിൽ അങ്ങോട്ട് ഫ്ലഡ് ചെയ്തു. സ്ട്രീറ്റ്സ് മൊത്തം പ്രൊട്ടസ്റ്റായി. ഈ പ്രൊട്ടസ്റ്റ് വലുതായപ്പോൾ പോലീസും പട്ടാളമൊക്കെ ആയിട്ട് അവർ പ്രശ്നമായി. അങ്ങനെ അവർ ഷൂട്ട് ചെയ്യുകയായിരുന്നു. 19 പേരാണ് മരിച്ചത്. ഇപ്പം നേപ്പാളിൽ ഇന്റർനെറ്റ് ഇല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ഒന്നും ഇതിൻ്റെ വരുന്നില്ല. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അറിയുന്നത്. അവിടുത്തെ കുറച്ച് സീൻ തന്നെയാണ് പ്രശ്നങ്ങൾ.